Good evening, my learners. Welcome back to English Bus. I hope you are all keeping fine. Friends, nowadays you are busy with your studies. Okay, this is the last segment of Door to SSLC. Even though, friends, any classes, whether it is Victor's class or Door to SSLC, interactive class, you should pay your attention to the teacher. Actually, what is learning? If you are not listening, you are not learning. Your listening depends on your learning. നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങളുടെ പഠനത്തെ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേൾക്കുക. മാത്രമല്ല, while you are watching my class, you sit just like sitting in the school. സ്കൂളിൽ ഇരിക്കുന്നത് പോലെ നോട്ട് പുസ്തകവും പേനയായി അലസമായിരിക്കാതെ ഒരു ടേബിളിലോ നിവർന്നിരുന്നു കൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, we are discussing parts of speech. Today we discuss an important aspect of parts of speech, that is adjective. What is adjective? Adjective qualifies a noun. Okay, it is a describing word. It tells more about noun. അതായത് നമ്മൾ നാമവിശേഷണം എന്ന് പറയാറുണ്ട്, അതാണ് അഡ്ജക്റ്റീവ്. ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഉദാഹരണം, നമുക്ക് ഇതായി സ്ക്രീനിൽ നിങ്ങൾക്കൊരു സ്ക്രീനിൽ ഇപ്പോൾ ഒരു കാർ ഇപ്പോൾ കാണാം. ആ കാറിലേക്ക് നോക്കൂ. അതിന് ചുറ്റുഭാഗത്ത് ധാരാളം അഡ്ജക്റ്റീവ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാർ എന്നത് നൗണാണ്. അതിനെ വിശേഷിപ്പിക്കാനായി, കാറിനെ ക്വാളിഫൈ ചെയ്യാനായി, ഡിസ്ക്രൈബ് ചെയ്യാനായി ഉപയോഗിച്ച വേർഡുകൾ ന്യൂ കാർ, സ്മോൾ കാർ, ബ്യൂട്ടിഫുൾ കാർ, ഇറ്റാലിയൻ കാർ, സ്പോർട്സ് കാർ, കർവി കാർ, എറ്റ്സെട്ര. ഫ്രണ്ട്സ്, ദിസ് ഈസ് ദ വേ യു ക്യാൻ കോൾ any noun in different way that makes noun more beautiful. So adjectives plays a vital role in sentence construction. Now we are going to how can we identify adjectives? Very simple. Adjectives answer to the following questions: what kind of, which, how many, how much. Once again, what kind of, which, how many, how much. For example, what kind of car? Red car, Italian car, sports car, okay, curvy car. Which car? ഏത് കാറാണ്? This car, that car, these cars, those cars. How many car? One car, 5 cars. ഈ 1 car, 5, 1, this, that, red, Italian, these all are adjectives. ഇനി how much? 50 lakh, 1 crore, 50, 1. These all are adjectives. Now let us learn different types of adjectives in English. First one, adjectives of quality or description. ഒരു കാര്യത്തിൻ്റെ സവിശേഷതകൾ അതിനെ വിവരിക്കുന്ന വാക്കുകൾക്കാണ് adjectives of quality എന്ന് പറയാം. ഉദാഹരണം, ബ്യൂട്ടിഫുൾ, പവർഫുൾ, ഇൻ്റലിജൻറ്റ്, സ്ട്രോങ്. ഫോർ എക്സാമ്പിൾ, ബ്യൂട്ടിഫുൾ ഫ്ലവർ, പവർഫുൾ ബാറ്റ്സ്മാൻ. അപ്പോൾ ഫ്ലവർ എന്ന വേർഡിനെ അവിടെ ചിത്രീകരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഓക്കെ, ഇൻ്റലിജൻറ്റ് ബോയ്, ബോയ് നൗണാണ്, ഇൻ്റലിജൻറ്റ് അഡ്ജക്റ്റീവാണ്. ഓക്കെ, സ്ട്രോങ് ഹോയ്സ്, സ്ട്രോങ് അഡ്ജക്റ്റീവാണ്, ഹോയ്സ് നൗണാണ്. ദെൻ വി മൂവ് ടു സെക്കൻഡ് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്. ദാറ്റ് ഈസ് പ്രോപ്പർ അഡ്ജക്റ്റീവ്. നേരത്തെ നിങ്ങൾ നൗൺ ക്ലാസ്സിൽ പ്രോപ്പർ നൗൺസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഉദാഹരണം, പ്രോപ്പർ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പാർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു പ്രത്യേക ആളുടെ പേര്. ഇപ്പം ഗാന്ധി, ഹിമാലയ, ഓക്കെ, പോപ്പി, അമ്പർ, ഇതൊക്കെ അതുപോലെ അഡ്ജക്റ്റീവിലുമുണ്ട് പ്രോപ്പർ അഡ്ജക്റ്റീവ്സ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ എന്നത് പ്രോപ്പർ നൗണാണ്. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവായി മാറി, അത് പ്രോപ്പർ അഡ്ജക്റ്റീവാണ്. ഇന്ത്യൻ പ്ലെയർ, ഇന്ത്യൻ മിനിസ്റ്റർ, ഇന്ത്യൻ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ചൈനീസ്, ഓക്കെ. ഹിമാലയൻ ടാസ്ക്, ഹിമാലയൻ എന്ന് പറയും, ഹിമാലയ നൗൺ, ഹിമാലയൻ അഡ്ജക്റ്റീവ്. ഓക്കെ, ഹെർക്കുലിയൻ, ഹെർക്കുലിയസ് എന്നൊരു മിത്തിക്കൽ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേരാണ് ഹെർക്കുലിയൻ ടാസ്ക്. ഇപ്പോൾ ഷേക്സ്പിയർ എന്നതൊരു നൗണാണ്. അദ്ദേഹം എഴുതിയൊരു നോവൽ നമുക്ക് ഷേക്സ്പീരിയൻ നോവൽ എന്ന് പറയാം. ഷേക്സ്പീരിയൻ സ്റ്റോറി, ഷേക്സ്പീരിയൻ പോ. അപ്പോൾ ദാറ്റ് ഈസ് സെക്കൻഡ് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്, പ്രോപ്പർ അഡ്ജക്റ്റീവ്. ദെൻ വി മൂവ് ടു തേർഡ് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്, ദാറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് മീൻസ് ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കുക. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ദാറ്റ്സ് എ തേർഡ് വൺ. ഫോർത്ത് വൺ, ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. ക്വാണ്ടിറ്റി, ഒരു വസ്തുവിൻ്റെ അളവിനെ കാണിക്കുന്നതാണ് ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ, സം, ലിറ്റിൽ, മെനി, വൺ, ഈച്ച്, എവറി. സം സ്റ്റുഡൻസ്, മെനി സ്റ്റുഡൻസ്, one of my students. These all are
quantitative adjective. Fifth one, numeral adjectives. Numeral means നമ്മൾ സാധാരണ സംഖ്യ, എണ്ണൽ സംഖ്യയൊക്കെ ഉണ്ടല്ലോ, അതാണ് ന്യൂമറൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1, 2, 3, 4, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതൊക്കെ ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് ആണ്. സിക്സ്ത് വൺ, പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ്സ്. രണ്ട് തരം പാർട്ടിസിപ്പിൾസ് ഉണ്ട്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾക്കറിയാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ING ഫോമിൽ അവസാനിക്കുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോമാണ്, PP ഫോം. അതും അഡ്ജക്റ്റീവായി ഉപയോഗിക്കുന്ന ചില കേസുകളുണ്ട്. ഉദാഹരണം സിംഗിങ് ബേർഡ്, ഓക്കെ, സെറ്റിംഗ് സൺ, റൈസിങ് സൺ, വൂണ്ടഡ് സോൾജിയർ, അപ്പോൾ അവിടെ V3 ആണ്, വൂണ്ടഡ് സോൾജിയർ, ബ്രോക്കൺ വിങ്സ്. ഇതൊക്കെ പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ്സിന് ഉദാഹരണമാണ്. ഇനി നെക്സ്റ്റ് വൺ, സെവൻത്ത് വൺ, നൗൺ അഡ്ജക്റ്റീവ്സ്. നൗൺ അഡ്ജക്റ്റീവ്സ്, ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സ്, ഓക്കെ, സ്കൂൾ ബസ്. സ്കൂൾ ബസ് എന്നത് നിങ്ങൾക്ക് തോന്നുന്നു രണ്ടും നൗണുകളാണെന്ന് തോന്നുമെങ്കിലും അവിടെ ബസ്സിനെ വിശേഷിപ്പിക്കുകയാണ്, സ്കൂൾ ബസ്. ആൻഡ് അനദർ വൺ, സ്കൂൾ ഗാർഡൻ. സ്കൂൾ ഗാർഡൻ, സൈക്കിൾ ഷോപ്പ്. സൈക്കിൾ ഈസ് അഡ്ജക്റ്റീവ്, പക്ഷേ സൈക്കിൾ യഥാർത്ഥത്തിൽ നൗണാണ്, പക്ഷേ ഇവിടെ അഡ്ജക്റ്റീവിൻ്റെ രൂപം ചെയ്യണം. ഇങ്ങനെ 7ഓളം അഡ്ജക്റ്റീവ്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫ്രണ്ട്സ്, നൗ വി ആർ മൂവിങ് ടു ആൻ ഇൻട്രസ്റ്റിംഗ് അഡ്ജക്റ്റീവ് സോങ്. ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. ഇറ്റ് വിൽ ഗിവ് യു സംവാട്ട് കോൺക്രീറ്റ് ഐഡിയ അബൌട്ട് adjectives. Big, 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 little, 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 long, 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 short, 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 clean, clean, dirty, 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 tall, 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 short, fast, slow. An elephant is big, 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 big. An ant is little, 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 little. A cat is clean, 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 clean. A pig is dirty, fast, slow. Big, 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 little, 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 long, 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 short, 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 clean, clean, dirty, 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 tall, 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 short, fast, slow. Okay, next let us learn a list of common used adjectives in English. Listen: able, bad, beautiful, best, big, clear, different, early, full, free, good, great, hard, high, important, large, little, long, major, new, old, small, special, strong, sure, true, whole, young. Any number, 1, 2, 3, 4, 5. Any color, green, red, orange, yellow. This, that, these all are commonly used adjectives in English. Next, friends, let us discuss the activity given in the worksheet. If you are asked to identify adjectives from the given sentences. First one, Danny caught the red ball. Danny caught the red ball. Ball is the noun. ബോളിനെ വിശേഷിപ്പിക്കുന്നു. ഏതാണ് adjective? Red ആണ്. Next sentence, dog found a large stick. Stick is the noun. ആ സ്റ്റിക്കിനെ വിശേഷിപ്പിക്കുന്നു large. Large is adjective. My mom is pretty lady. Pretty means beautiful. Pretty lady. Lady noun. Pretty adjective. The little tree. Tree noun. You are so familiar. Little. Little is adjective. Lisa likes to ride in fast cars. Fast adjective. Last sentence, they ate delicious food. Delicious adjective. Okay, friends. Now, let me conclude adjective session. Next, we are learning another parts of speech, that is adverb. What is adverb? Look here. Adverb is a word which modifies a verb. സാർ നമ്മൾ നാമവിശേഷണം നേരത്തെ പഠിച്ചു, adjective. ഇത് adverb ക്രിയാവിശേഷണമാണ്. That is the difference between adjective and adverb.
most of the students got confusion what is adjective and adverb. Adjective ഓർത്ത് വെക്കുക, നാമവിശേഷണം, adverb ക്രിയാവിശേഷണം. adverb verb ക്രിയയാണ്, ക്രിയാവിശേഷണമാണ്. അപ്പോൾ adverb tells us when, where, how an action takes place. എപ്പോൾ, എവിടെ, എങ്ങനെയാണ് ഒരു പ്രവൃത്തി നടന്നത് എന്നാണ് adverb നമ്മോട് പറയുന്നത്. ഉദാഹരണം, the dog barks loudly. the dog barks loudly. barks എന്നതൊരു വേർബാണ്, കുരയ്ക്കുക അല്ല, നായ കുരച്ചു, ലൗഡ്ലിയാണ്. എങ്ങനെ കുരച്ചു? ഹൗ ഇറ്റ് ബാക്സ് ലൗഡ്ലി, ഉച്ചത്തിൽ കുരച്ചു അല്ലേ, 8 ദിക്ക് പൊട്ടുമാർ ഉച്ചത്തിൽ. നമുക്ക് സാധാരണ രാത്രി സമയങ്ങളിലൊക്കെ നമ്മുടെ വീടിനടുത്തൊക്കെ ഇപ്പോൾ നായശല്യം കൂടുതലാണ്. അപ്പോൾ വാക്സ് ലൗഡ്ലി. ദെൻ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് എ സീരീസ് ഓഫ് ഇലസ്ട്രേറ്റഡ് actions are here. Let us read it. Reads carefully. How it reads? Reads carefully, ശ്രദ്ധയോടെ വായിക്കുന്നു. Walk slowly, എങ്ങനെ നടക്കുന്നു? വളരെ പതുക്കെ നടക്കുന്നു. Sleeps quietly, ശാന്തമായി ഉറങ്ങുന്നു. അപ്പോൾ quietly എന്നുള്ളത് അഡ്വേർബാണ്, സ്ലോലി അഡ്വേർബാണ്, കെയർഫുള്ളി അഡ്വേർബാണ്. ഇപ്പോൾ ഒരാൾ മനോഹരമായി പാടുന്നു. സിങ്സ് ബ്യൂട്ടിഫുള്ളി, ഇവിടെ ബ്യൂട്ടിഫുള്ളി എന്നുള്ളത് അഡ്വേർബാണ്. പലപ്പോഴും ഈ അഡ്വേർബിൻ്റെ പ്രത്യേകത ly എന്ന വേർഡിലാണ് പലപ്പോഴും അഡ്വേർബ് അവസാനിക്കാറ്. ഫോർ എക്സാമ്പിൾ, മോസ്റ്റ് ഓഫ് ദ അഡ്വേർബ്സ് ക്യാൻ ബി ഫോംഡ് ബൈ ആഡിങ് ly ടു അഡ്ജക്റ്റീവ്. ഉദാഹരണം, ഷീല ഈസ് ബ്യൂട്ടിഫുൾ, അവിടെ ഷീലയെ വിശേഷിപ്പിക്കുകയാണ്, അത് അഡ്ജക്റ്റീവാണ്. എന്നാൽ നേരെ മറിച്ച് ഷീല സിങ്സ് ബ്യൂട്ടിഫുള്ളി, ഫുള്ളി അത് അഡ്വേർബാണ്. ഓക്കെ, നൗ വി ആർ ലേണിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വേർബ്സ് ഇൻ ഇംഗ്ലീഷ്. Kinds of adverbs in English. First one, adverb of manner. രീതിയെ കാണിക്കുന്ന, പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് adverb of manner. For example, happily, well, wisely, quietly. ഉദാഹരണം, they live happily. അവരെങ്ങനെ ജീവിച്ചു? സന്തോഷത്തോടെ ജീവിച്ചു. ഓക്കെ, he talks wisely. അദ്ദേഹം വളരെ ബുദ്ധിപരമായി അല്ലേ സംസാരിച്ചു. അപ്പോൾ ഒരാളുടെ സംസാരത്തെ, ഒരാളുടെ ജീവിതത്തെ, അവരുടെ ആക്ഷനുകളെ വിശേഷിപ്പിക്കുന്നതാണ് adverb of manner. Example, happily, well, wisely, quietly. Then adverb of place. നമ്മൾ സാധാരണ ഇവിടെ, അവിടെ എന്നൊക്കെ പറയാറില്ലേ? Here, near, the, down, up are examples for adverb of place. Third one, adverb of time. Now, ഇപ്പോൾ, then, അപ്പോൾ, soon, still, today. ഇതൊക്കെ adverb of time ആണ്. Fourth one, adverb of frequency. ആവർത്തനം, തവണയെ കാണിക്കാൻ. ഉദാഹരണം, always, സ്ഥിരമായി, often, twice, 2 തവണ, thrice, usually, occasionally. ഇതൊക്കെ adverb of frequency ആണ്. Friends, now we are learning some of the commonly used adverbs in English. Here a list in the worksheet. I will read it out for you. Today, soon, ago, before, lately, then, so, bravely, had, happily, soundly, undoubtedly, how, why, where, when, rarely, never, always, seldom, usually, rather, occasionally, really, often, surely, luckily, certainly, to, apparently, very, fully, hardly, fairly, twice, obviously, upward, backward. First, you read and understand some of the commonly used adverbs in English. Last activity of the worksheet, you are asked to find out adverb from the given sentences. First one, Sarah rides her bicycle well. How Sarah rides? എങ്ങനെയാണ് സാറ തൻ്റെ സൈക്കിൾ ഓടിച്ചത്? വെൽ. അപ്പോൾ ആ ഓടിക്കുക എന്നതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? വെല്ലാണ്. അതുകൊണ്ട് വെൽ അവിടെ അഡ്വേർബാണ്. നെക്സ്റ്റ്, ജോൺ കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് കെയർഫുള്ളി. ജോൺ എന്ന കുട്ടി തൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെ? ഹൗ ഹി കംപ്ലീറ്റഡ്? കെയർഫുള്ളി. കെയർഫുള്ളി ഈസ് എൻ അഡ്വേർബ്. തേർഡ് സെൻറ്റൻസ്, ദ ഫോൺ റിങ്സ് കോൺസ്റ്റൻ്റ്ലി. കോൺസ്റ്റൻ്റ്ലി മീൻസ് കണ്ടിന്യൂസ്ലി ആണ് അല്ലെ, സ്ഥിരമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ റിങ്സ് എങ്ങനെ? ഹൗ ഇറ്റ് റിങ്സ്? കണ്ടിന്യൂസ്ലി. അപ്പോൾ കോൺസ്റ്റൻ്റ്ലി ഈസ് എൻ അഡ്വേർബ്. ഫോർത്ത് സെൻറ്റൻസ്, regularly is an adverb. Last sentence, completely ഫിനിഷ്ഡ് ഹെർ ഐസ്ക്രീം കംപ്ലീറ്റ്ലി. നമ്മളങ്ങനെ ഐസ്ക്രീമൊക്കെ കിട്ടിയാൽ പൂർണ്ണമായി അടിച്ചു കളി അല്ലേ, അതുപോലെ കംപ്ലീറ്റ്ലി എന്നത് അഡ്വേർബാണ്. ഇത്തരം അഡ്വേർബിൻ്റെ യൂസേജുകൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, ലെറ്റ് മീ ക്വിക്ക്ലി റീക്യാപ്പ് മൈ ക്ലാസ്. ടുഡേ വി ലേൺഡ് ടു പാർട്സ് ഓഫ് സ്പീച്ച്. ഫസ്റ്റ് വൺ adjective. Adjective means നാമവിശേഷണം. Then we learned adverb, ക്രിയാവിശേഷണം. Friends, you should understand the difference between adjectives and adverb. When a word you find in a sentence, you can easily identify whether it is adjective, adverb, noun, pronoun, preposition, etc. Thank you. Have a nice day.
Meet again later.